Good afternoon. Okay. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോണ്ടറി ആൻഡ് ലിനൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ തീർത്തല്ലേ. ഇനി നെക്സ്റ്റ് നമ്മള് ലാസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററും കൂടി ഉള്ളൂ, ഹൗസ് കീപ്പിംഗ്. എന്റെ ചാപ്റ്റർ കേട്ടോ, ഞാൻ എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്ററിൽ ലാസ്റ്റ് ആണ് പറയുന്നത് കേട്ടോ. ഹൗസ് കീപ്പിംഗ് സർവീസസ്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഒക്കെ തീരാറായില്ലേ എടുത്തോണ്ടിരിക്കുന്നത്? ആ ഒരു ചാപ്റ്ററും ഒക്കെയല്ലേ ഉള്ളൂ അല്ലേ? ആ, നമ്മളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ എല്ലാ ചാപ്റ്റേഴ്സും. നമ്മൾ 4th മൊഡ്യൂളിലെ നമുക്ക് എത്രയാ, 3ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ, ഹൗസ് കീപ്പിംഗ് സർവീസസ്. ചെറിയൊരു ചാപ്റ്റർ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഹൗസ് കീപ്പിംഗ് സർവീസ്. ഹൗസ് കീപ്പിംഗ് നമ്മള് എന്താ പറയാ, ഹോസ്പിറ്റലില് ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ശുചീകരണ പ്രവർത്തനങ്ങള്, ഹോസ്പിറ്റലില് ക്ലീനിങ് ഇമ്പോർട്ടന്റ് അല്ലേ? ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഏതാ, ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ആയിരുന്നു അല്ലെ. അലക്കലും അങ്ങനെയുള്ള തുണികളൊക്കെ പ്രോപ്പർ ആയിട്ട് എല്ലാ മെറ്റീരിയൽസും അല്ലെ, സ്റ്റാഫിന്റെ യൂണിഫോംസ് ആണെങ്കിലും അതുപോലെ തന്നെ പേഷ്യൻസിന്റെ, പിന്നെ അല്ലാത്ത നമ്മളെ ടേബിൾ ക്ലോത്ത്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ്, ബെഡ്, ബെഡ്ഷീറ്റ്, പില്ലോ അല്ലെ, ബെഡ്ഷീറ്റും ഇതെല്ലാം നമുക്ക് വാഷ് ചെയ്ത് തരുന്ന ഒരു സർവീസ് ആയിരുന്നു ഇത് ലോണ്ടറി ആൻഡ് ലിനൻ എന്ന് പറഞ്ഞു. അതും നമ്മൾ പറഞ്ഞില്ലേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലീൻനെസ് നിലനിർത്തുക, ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് ലോണ്ടറി ആൻഡ് ലിനൻ. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഹൗസ് കീപ്പിംഗ്. വേണ്ടേ? അടിക്കലും വാരലൊക്കെ വേണ്ടേ? പ്രോപ്പറായിട്ട് ക്ലീനിങ് വേണ്ടേ? അല്ലെ? എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റഡ് ആണെങ്കിൽ റൂമൊക്കെ ക്ലീൻ ആക്കാൻ പാടില്ല എല്ലാ ദിവസവും അല്ലെ? അല്ലെങ്കിൽ നമ്മളിപ്പോ എന്താ, ഹോസ്പിറ്റലില് നമ്മൾ അഡ്മിറ്റ് ആണ്, നമ്മൾ ഇൻഫെക്ഷൻ അല്ല വേറെ എന്തെങ്കിലും രോഗങ്ങളായിട്ട് വരുമ്പോൾ അവർക്ക് വെറുതെ മരുന്ന് മാത്രം കൊടുത്താൽ പോരല്ലോ, അതിന്റെ ഒപ്പം തന്നെ ക്ലീൻനെസ്സും വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? പ്രോപ്പർ ആയിട്ട് അല്ലെ എല്ലാം അടിച്ചു വാരി നമ്മളെ വീടും അങ്ങനെയല്ലേ നമ്മൾ സൂക്ഷിക്കുന്നേ? എല്ലാ ദിവസവും അടിച്ചു വാരുമല്ലേ വീടൊക്കെ ആണെങ്കിലും അല്ലെ? പൊടി, എന്നിട്ടും നമ്മൾ അടിച്ചു വരുമ്പോ പൊടിയൊക്കെ ഉണ്ടാവില്ലേ? അല്ലെ? അത് അങ്ങനെ അടിക്കാതെ വാരാതെ കിടന്നാ നമുക്ക് എന്താവും, പൊടിയും ഇതൊക്കെ കിടന്ന് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലീൻനെസ് ഇതിന്റെ ഒരു ഭാഗമാണ്. ശുചീകരണ പ്രവർത്തനങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത്. വേർഡ് ഹൗസ് കീപ്പിംഗ് റെഫേഴ്സ് ടു ദ വർക്ക് ഓഫ് ക്ലീനിങ് എന്നാണ് എഴുതി വെച്ചോ കേട്ടോ. ദ വേർഡ് ഹൗസ് കീപ്പിംഗ് refers to the work of cleaning. ക്ലീനിങ് പ്രവർത്തനങ്ങളെയാണ് ഹൗസ് കീപ്പിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ക്ലീനിങ് പ്രവർത്തനങ്ങളെയാണ് ഹൗസ് കീപ്പിംഗ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The word housekeeping refers to the work of cleaning. ക്ലീനിങ് ജോലികളാണ് ഹൗസ് കീപ്പിംഗ് സർവീസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം കേട്ടോ. A patient coming for the time to a hospital when welcomed a tidy environment as well as a elegant feeling lessens half of his misery and increase his confidence in the hospital. Okay, a patient coming for the time to a hospital. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് when welcomed a tidy environment, എങ്ങനെ എന്താണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, ആദ്യം തന്നെ ഫ്രണ്ട് ഓഫീസർ എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അതായത് നമ്മൾ അവരൊക്കെ പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് വെൽക്കം ചെയ്യുമ്പോൾ എങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ആയിരിക്കണം അവിടെ? നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ടൈഡി എൻവയോൺമെന്റ് അല്ലെ, ഒരു ക്ലീൻ ആയിട്ടുള്ള അന്തരീക്ഷം ആയിരിക്കണം അല്ലെ. അതെന്താ, ആസ് വെൽ ആസ് ആൻ എലിഗന്റ്. എലിഗന്റ് എന്ന് പറഞ്ഞാൽ ഗംഭീരമായ, നമുക്കൊരു നല്ലൊരു ഫീല്, നല്ലതാണ് എന്ന് നമുക്കൊരു ഫീലിംഗ് വേണ്ടേ അല്ലെ? ഒരു ഗംഭീരമായിട്ടുള്ള ഒരു അനുഭവം. ലെസൺ എന്ന് വെച്ചാൽ കുറയ്ക്കുക. എന്താണ്? ഹാഫ് ഓഫ് ഹിസ് മിസറി ആൻഡ്, മിസറി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ദുരിതം. അവർക്കിടെ ആ ദുരിതം കുറയ്ക്കാൻ. ലെസൺ ഹാഫ് ഓഫ് ഹിസ് മിസറി, ദുരിതം. ആൻഡ് ഇൻക്രീസ് ഹിസ് കോൺഫിഡൻസ് ഇൻ ദ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിന്റെ കോൺഫിഡൻസ് കൂടാനും സഹായിക്കും അല്ലെ? നമ്മളത് ആലോചിക്കും. നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെല്ലുകയാണ്, അപ്പൊ ചെല്ലുമ്പോ തന്നെ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പൊ നമ്മുടെ തന്നെ മനസ്സിൽ നമുക്കൊരു പോസിറ്റീവ് ഇത് വരില്ലേ? കൊള്ളാം,
ഹോസ്പിറ്റൽ കൊള്ളാം അല്ലെ, നല്ല വൃത്തി മെനയൊക്കെ ഉണ്ട്, നല്ല വെടിപ്പുണ്ട് അല്ലെ, നമ്മൾ പറയൂലേ. അപ്പൊ തന്നെ നമ്മുടെ പകുതി അസുഖം മാറും അല്ലെ. നമുക്കൊരു ആത്മവിശ്വാസം, ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. ഇപ്പൊ നിങ്ങളും അങ്ങനെയാണ് അല്ലെ. നമ്മൾ പല വീടുകളിലൊക്കെ ചെല്ലാറുണ്ട്. ഇപ്പൊ നമ്മളാണെങ്കിൽ ചിലപ്പോൾ ചെല്ലുമ്പോ ചില വീട് നമ്മൾ ചെല്ലുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. നമുക്ക് അവരെ വീട്ടിലേക്ക് കയറുമ്പോ തന്നെ അറിയാം അവിടെ എങ്ങനെയാണ് അടിച്ചു വാരണ്ടോ, മര്യാദയ്ക്ക് വൃത്തിയായിട്ട് നോക്കുന്ന ഒക്കെ നമ്മൾ കയറി ചെല്ലുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റൂലേ. ഫസ്റ്റ് എൻട്രൻസിൽ നിന്ന് തന്നെ മനസ്സിലാവൂലേ. അപ്പോഴാണ് നമുക്കൊരു തൃപ്തി ഉണ്ടാവുള്ളൂ അല്ലെ. കൊള്ളാം, നല്ലതാണ് അല്ലെ, അല്ലെങ്കിൽ നല്ല നീറ്റാണ് എന്നൊരു തോന്നല് നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പൊ നമുക്ക് എന്താ പറയാ, അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ഹോസ്പിറ്റലിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് കോൺഫിഡൻസ് ആയില്ലേ അല്ലെ. നല്ല ക്വാളിറ്റിയാണ്, നല്ല ക്വാളിറ്റിയുള്ള സർവീസാ തരുന്നത്, എല്ലാം നല്ല നീറ്റാണ് എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ആ ഹോസ്പിറ്റലിലെ ഒരു കോൺഫിഡൻസ് നമുക്ക് വർദ്ധിക്കും അല്ലെ. അപ്പൊ അതാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ദുരിതം കുറയ്ക്കും. നമുക്കൊരു പകുതി നമ്മുടെ രോഗം മാറി ശരിക്കും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് കിട്ടൂലേ. അപ്പൊ ഒരു അന്തരീക്ഷം കിട്ടൂലേ. നിങ്ങളുടെ വീട്ടിലല്ലേ അടിച്ചുവാരലൊക്കെ ഇല്ലേ എല്ലാവരും അല്ലേ? നമ്മൾ ഇച്ചിരി വൃത്തിമനെയൊക്കെ ഉള്ള കൂട്ടിലല്ലേ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികള് അല്ലേ. നമ്മളെന്നും അടിച്ചു വാരി വൃത്തിയാക്കിയൊക്കെ നമ്മൾ സൂക്ഷിക്കും അല്ലെ, നമ്മുടെ വീടും പരിസരവും ഒക്കെ. അപ്പൊ നമുക്കൊരു പോസിറ്റീവ്. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾ ഒരു അടിക്കൂല മാരൂല, കുറെ ചപ്പും ചവറും അവിടെ, കുറെ പൊടി അവിടെ. അങ്ങനെയാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ നമ്മൾ കയറി ചെല്ലുമ്പോ തന്നെ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് ഇതായിരിക്കുമല്ലോ ഹോസ്പിറ്റലിനെ കുറിച്ച് അല്ലേ. ഒരു നെഗറ്റീവ് വരട്ടെങ്കിൽ എന്തൊരു മോശമായിട്ടൊക്കെ കിടക്കണം, അതിനൊരു വൃത്തിയും വിലയില്ല, അത് മര്യാദയ്ക്ക് ഒരു ഇതില്ല എന്നുള്ളൊരു ഇതായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതാണ് നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നതെങ്കിൽ നമ്മുടെ ദുരിതം കുറയ്ക്കുകയും, ലെസൺ എന്ന് പറഞ്ഞാൽ ദുരിതം കുറയ്ക്കുക എന്നുള്ളതാട്ടോ. ലിസൺ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, റെഡ്യൂസ് ഹാഫ് ഓഫ് ഹിസ് മിസറി, അവർക്കുടെ ദുരിതം പകുതി കുറയ്ക്കുകയും അതുപോലെ തന്നെ അതിന്റെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനും സാധിക്കുന്നു. ആൻഡ് ഇൻക്രീസ് ഹിസ് കോൺഫിഡൻസ് ഇൻ ദ ഹോസ്പിറ്റൽ. Then housekeeping service otherwise is called environmental service. അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഹൗസ്കീപ്പിംഗ് സർവീസ് അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താ പറയുന്നത്, എൻവയോൺമെന്റൽ സർവീസ് are very important in providing. ഇനിയിപ്പോ ഹൗസ് കീപ്പിംഗ് സർവീസ് എന്താ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, സേഫ്, ഒരു സുരക്ഷിതമായ, ക്ലീൻ ആയിട്ടുള്ള, വൃത്തിയുള്ള, പ്ലസന്റ്, ഒരു സന്തോഷപ്രദമായിട്ടുള്ള, ഓർഡർലി, ചിട്ടയായ ആൻഡ് ഫങ്ഷണൽ എൻവയോൺമെന്റ് ഫോർ ബോത്ത് ദ പേഷ്യന്റ് ആൻഡ് ഹോസ്പിറ്റൽ ഒഫീഷ്യൽസ്. ഇത് പേഷ്യൻസിന് മാത്രമാണോ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം തരുന്നത്? അവിടുത്തെ സ്റ്റാഫുകൾക്കും അല്ലെ, ഹോസ്പിറ്റലിലെ ഒഫീഷ്യൽസ്, പേഴ്സണൽസ്, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്കും അതുപോലെ തന്നെ പേഷ്യന്റിനും നല്ലൊരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യും. സുരക്ഷിതമായ, വൃത്തിയുള്ള, പ്ലസന്റ്, ഒരു സന്തോഷകരമായിട്ടുള്ള, ഓർഡർലി, ചിട്ടയായിട്ടുള്ള ഒരു ഫങ്ഷണൽ എൻവയോൺമെന്റ് പേഷ്യന്റിനും ഹോസ്പിറ്റലിലെ സ്റ്റാഫിനും പ്രൊവൈഡ് ചെയ്യും ഹൗസ് കീപ്പിംഗ് സർവീസ്. ക്ലിയർ ആയോ ഇൻട്രൊഡക്ഷൻ? ക്ലിയർ ആണോ? അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഹൗസ് കീപ്പിംഗ് സർവീസ് പ്രൊവൈഡിങ് സേഫ്, ക്ലീൻ, pleasant, orderly and functional environment. ക്ലിയർ അല്ലേ? അപ്പൊ പേഷ്യൻസിനും അതുപോലെ തന്നെ സ്റ്റാഫിനും നല്ലൊരു അന്തരീക്ഷം കൊടുക്കുകയാണ് ഈ ഹൗസ് കീപ്പിംഗ് സർവീസ് ചെയ്യുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങളാട്ടോ ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത് കേട്ടോ. വർക്ക് ഓഫ് ക്ലീനിങ് ആണ് ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത്, ക്ലീനിങ് ജോലികള്. ഓക്കെ, the three important housekeeping tasks in a hospital consist of the following. ഹോസ്പിറ്റലിലെ 3 പ്രധാനപ്പെട്ട ഹൗസ് കീപ്പിംഗ് ടാസ്കുകള് ഏതൊക്കെയാണെന്നൊക്കെ 3 പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. 3 important housekeeping tasks in hospitals consist of the following. ഏതൊക്കെയാണെന്നൊക്കെ ഫസ്റ്റ് എന്താ പറഞ്ഞേക്കണേ, cleaning, to clean and sanitize. അത് ക്ലീനിങ് ആട്ടോ, അതൊന്ന് കറക്റ്റ് ചെയ്തേ. ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിങ് അങ്ങനെ ആക്കിക്കോട്ടോ. ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിങ് ഹൈ ടച്ച് സർഫസസ് ഇൻ പേഷ്യന്റ് റൂം ആൻഡ് റെസ്റ്റ് റൂം. കണ്ടോ, ഉയർന്ന
പ്രദേശങ്ങള്, അതായത് എന്താ പറഞ്ഞേക്കുന്നത്, നമുക്ക് ഉയർന്ന സ്പർശന പ്രതലങ്ങള് അത് വൃത്തിയാക്കുവോ, അല്ലെങ്കിൽ നമുക്ക് റെസ്റ്റ് റൂംസുകള്, പേഷ്യന്റ് റൂം, അതുപോലെ തന്നെയുള്ള റെസ്റ്റ് റൂംസുകള് ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നു, സാനിറ്റൈസ് ചെയ്യുന്നു. രണ്ട് കാര്യങ്ങളാണ് കേട്ടോ. ഹൗസ് കീപ്പിംഗ് ടാസ്ക്, ഹൗസ് കീപ്പിംഗ് ജോലികൾ പറയുന്നത്, ഹോസ്പിറ്റലിലുള്ള ഹൗസ് കീപ്പിംഗ് ജോലികള്, പേഷ്യന്റിന്റെ റൂം, റെസ്റ്റ് റൂംസ് ഇതെല്ലാം, അതുപോലെ തന്നെ ഹൈ ടച്ച് സർഫസസ്, ഉയർന്ന സ്പർശന പ്രതലങ്ങള് ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നു, വൃത്തിയാക്കുകയും ചെയ്യുന്നു, സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യുന്നു. രണ്ടാമത് നോക്കിയാൽ ടു ഫിൽ അപ്പ്, ഫില്ല് ചെയ്യുക, നികത്തുക. To fill up, എന്താ നികത്തെ, empty paper towels, soap, SOAP, ആണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് നോക്കിയാലേ സോപ്പ് എന്ന് തന്നെയാണോ എന്ന്. ഞാനിവിടെ ഷെയർ ചെയ്തിട്ടേക്കണേല് സ്പെല്ലിങ് തെറ്റാ കിടക്കുന്നത്. സോപ്പ്, സോപ്പ് കണ്ടെയ്നേഴ്സ് ഫോം ചെയ്തിട്ട് അവിടെ സോപ്പ്, സോപ്പ് കണ്ടെയ്നേഴ്സ്, സോപ്പിന്റെ പാത്രങ്ങള് എന്ന് ഉദ്ദേശിച്ചാട്ടോ, സോപ്പ് കണ്ടെയ്നേഴ്സ്. ആൻഡ് ഓഫീസ് സപ്ലൈസ്, ഇനി എന്തൊക്കെയാ നികത്തുന്നത്, അതായത് ഒഴിഞ്ഞ കാര്യങ്ങള്, അതായത് അവർ ഫില്ല് തീരുന്നതിന്റെ അനുസരിച്ച് അവർ നിറച്ചു വെക്കും, അതാ പറയുന്നത്. എംറ്റി പേപ്പർ ടവൽസ്, ടവലുകള് ഇതൊക്കെ നമ്മള് പേപ്പർ ടവലുകളൊക്കെ ഇല്ലേ നമ്മള് തുടയ്ക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കില്ലേ, അതെ. പിന്നെ അതുപോലെ തന്നെ സോപ്പ് കണ്ടെയ്നർ, സോപ്പൊക്കെ ഇപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ റീഫില്ല് ചെയ്യും, അത് തന്നെ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്, ഫില്ലർ. പിന്നെ ഓഫീസ് സപ്ലൈസ്, ഓഫീസിലേക്ക് വേണ്ട സാധനങ്ങള് ഇതെല്ലാം എന്ത് ചെയ്ത് വെക്കുന്നു, അതെല്ലാം നിറയ്ക്കുന്നു, അതായത് തീർന്നതിനനുസരിച്ച് അത് അവര് ഫില്ല് ചെയ്യും. പിന്നെ നോക്കിയ മൂന്നാമത്തെ പോയിന്റ് എന്താ, ടു ഡിസ്പോസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് പ്രോപ്പർലി. പ്രോപ്പർലി സ്പെല്ലിംഗ് തെറ്റാണ് അവിടെ കിടക്കണേ കേട്ടോ, ഒന്നൊന്ന് കറക്റ്റ് ചെയ്തേ. പ്രോപ്പർലി, PROPERLY ആണ് അത്. പ്രോപ്പർട്ടി എന്നാണ് ഞാനിവിടെ ഷെയർ ചെയ്തേക്കണേ, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് നോക്കിയത് കേട്ടോ. പ്രോപ്പർലി, പ്രോപ്പർ ആയിട്ട് ഹോസ്പിറ്റലിൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യും. എല്ലാ ദിവസവും നിങ്ങളും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടാവും അല്ലെ. ഹോസ്പിറ്റലിലൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ റൂമൊക്കെ അടിച്ചു വാരിയിട്ട് ആ പേപ്പർ സാധനങ്ങള്, അതുപോലെ ഭക്ഷണത്തിന്റെ വേസ്റ്റുകൾ ഇതൊക്കെ അവര് പ്രോപ്പർ ആയിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യൂലേ. അടിച്ചു വാരുമ്പോ തന്നെ അവര് കൊണ്ടുപോകില്ലേ അത്. ആ റൂം ക്ലീൻ ചെയ്യണതിന്റെ ഒപ്പം തന്നെ വേസ്റ്റുകളും അവിടെ നിന്ന് അവര് പ്രോപ്പർ ആയിട്ട് തന്നെ റിമൂവ് ചെയ്യും. അല്ലാതെ അത് അവിടെ തന്നെ വെക്കൂല അല്ലെ. അടിച്ചു വാരുന്നതിന്റെ ഒപ്പം തന്നെ വേസ്റ്റുകളും എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു, അവര് ഡിസ്പോസ് ചെയ്യുന്നു. പ്രോപ്പർ ആയിട്ട് കൃത്യമായിട്ട് ഹോസ്പിറ്റൽ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നു. അതാണ് 3 ഇമ്പോർട്ടന്റ് ഹൗസ് കീപ്പിംഗ് ടാസ്ക് പറയുന്നത്. അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. പേഷ്യന്റ് റൂമുകള്, റെസ്റ്റ് റൂംസ്, ഹൈ ടച്ച് സർഫസ് ഇതെല്ലാം ക്ലീൻ ചെയ്യുന്നു, സാനിറ്റൈസ് ചെയ്യുന്നു, പിന്നെ ഫില്ല് ചെയ്യുന്നു. നമുക്ക് എംറ്റി ആയിട്ടുള്ള പേപ്പർ ടവല്, സോപ്പ് കണ്ടെയ്നേഴ്സ്, ഓഫീസ് സപ്ലൈ, ഓഫീസ് സാധനങ്ങള് ഇതൊക്കെ തീരണേറ്റ് അനുസരിച്ച് അത് നിറച്ചു വെക്കും. ഇപ്പൊ ഓഫീസിൽ ഉപയോഗിക്കുന്ന പല ഇതൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ പേന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്, ഫയലുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തീരണേന്റെ അനുസരിച്ച് അത് ഫില്ല് ചെയ്യും. പിന്നെ അടുത്ത് പറഞ്ഞേക്കുന്ന ഹോസ്പിറ്റലിലെ വേസ്റ്റുകൾ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യും. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കി ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഇനി എന്താണ് ഈ ഹൗസ് കീപ്പിംഗിന്റെ പ്രാധാന്യം, എന്താണ് അതും നോട്ട് ചെയ്തു കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ് എന്താണ്? ഈ ഹൗസ് കീപ്പിംഗ് എന്തിനാ, ഇങ്ങനെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ എന്തിനാ, നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ എന്തിനാണ് അടിച്ചു വരുന്നതും ഇതൊക്കെ എന്തിനാ? ടു ഇംപാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്, ഒരു ശുചിത്വമുള്ള ഒരു അന്തരീക്ഷം നൽകാൻ. അതാണ് ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് കേട്ടോ. ഹൗസ് കീപ്പിംഗിന്റെ പ്രാധാന്യം എന്താണ്, അത് എന്തിനാണ് നമ്മൾ ഹൗസ് കീപ്പിംഗ് സർവീസ് ചെയ്യുന്നത്, എന്തിനാ? ടു ഇംപാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്, ഒരു ശുചിത്വമുള്ള ഒരു അന്തരീക്ഷം നൽകാൻ വേണ്ടേ? നീറ്റ് ആൻഡ് ടൈഡി ഒരു അറ്റ്മോസ്ഫിയർ വേണ്ടേ ഹോസ്പിറ്റലില്? അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവില്ലേ പേഷ്യൻസിന്? വീണ്ടും രോഗങ്ങളായിട്ട് വന്നവർക്ക് വേറെ ഇൻഫെക്ഷൻ ആവും. ഹോസ്പിറ്റലൊക്കെ ഇൻഫെക്ഷൻ വരാം, ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഇൻഫെക്ഷൻസ് വരാം അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു നല്ലൊരു അന്തരീക്ഷം പ്രദാനം ചെയ്യാൻ. പിന്നെ ടു മീറ്റ് ദ ഹോപ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി, ഒരു സമൂഹത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റാൻ. നമുക്കുണ്ടാവുമല്ലോ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. നമ്മൾ അവിടെ ചെന്ന് മരുന്ന് മേടിച്ച് നമുക്ക് രോഗം മാറും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയല്ലേ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അല്ലേ? നമുക്ക് ആ ഹോസ്പിറ്റലിനെ കുറിച്ചൊരു കോൺഫിഡൻസ്, നമുക്ക് നമ്മൾ ചെന്ന് രോഗം മാറും, നമുക്ക് അത് അവിടെ നിന്ന് അസുഖം മാറി പോരാ എന്നുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയുടെ, ഒരു സമൂഹത്തിന്റെ ആശകള്, ഹോപ്സ്, പ്രതീക്ഷകൾ നിറവേറ്റാൻ. അപ്പൊ അങ്ങനെ ഒരു അന്തരീക്ഷം തന്നെ അവിടെ കൊടുക്കണ്ടേ?
രോഗം മാറുന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മുടെ. ആ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. അപ്പൊ അവിടെ വൃത്തിയുള്ള ഒരു അന്തരീക്ഷം ഇല്ലെങ്കിലോ വീണ്ടും ഇൻഫെക്ഷൻ വരാം. അപ്പൊ നമുക്ക് ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെടും അല്ലേ? നമ്മുടെ രോഗം മാറുന്നുള്ള ഒരു പ്രതീക്ഷ നഷ്ടപ്പെടും. അപ്പൊ ഇവിടെ എന്താ ഹൗസ് കീപ്പിംഗ് എന്തിനാ ചെയ്യുന്നത്? അടുത്തത് ടു ബീവ് ദ ഹോപ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി, ഒരു സമൂഹത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റാൻ. പിന്നെ to maintain a high reputation of the hospital. പിന്നെ എന്താ മൂന്നാമത്തെ കാര്യം എന്താ? റെപ്യൂട്ടേഷൻ നിലനിർത്താൻ. റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രശസ്തി. to maintain a high reputation of the hospital. ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ നിലനിർത്താൻ. to maintain a high reputation of the, നമ്മൾ പറയൂലേ ആ നല്ല ഹോസ്പിറ്റലിലാണ് അല്ലേ, നല്ല വൃത്തിയും ഇതൊക്കെ ഉണ്ട്, നല്ല നീറ്റാണ്, നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, നല്ല സർവീസാണ് അവിടുന്ന് കിട്ടുന്നത് എന്നൊക്കെ നമ്മൾ പറയൂല. അപ്പൊ ഹോസ്പിറ്റലിന്റെ പ്രശസ്തി വർദ്ധിക്കും. നിങ്ങൾക്കും ഉണ്ടാവില്ലേ അങ്ങനെ നല്ലൊരു ഹോസ്പിറ്റൽ എന്നുള്ളൊരു ഇത്, ഹോസ്പിറ്റലിന്റെ ഒരു പേര്. അപ്പൊ ഇതിലൂടെ അപ്പൊ ചിലപ്പോ നമ്മള് ചെന്ന് ഹോസ്പിറ്റലിൽ ഒരു നീറ്റ് അല്ല വൃത്തിയില്ല കണ്ട് നമ്മുടെ ഫ്രണ്ട്സിനോടും വീട്ടുകാരോടും പറയാം, അയ്യോ ആ ഹോസ്പിറ്റലിലേക്ക് പോവല്ലേ കേട്ടോ, ആ ഹോസ്പിറ്റലിലൊക്കെ ചെന്നാ മതി, ഒരു വൃത്തിയില്ല, മര്യാദയ്ക്ക് അടിച്ചു വാരാനുള്ള അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വൃത്തി മേനില്ലാന്ന് നമ്മൾ പറയും. പിന്നെ ആരെങ്കിലും പോകുമ്പോ അങ്ങോട്ട് ഇല്ല എന്നാൽ നമ്മൾ ചെല്ലുമ്പോൾ ഇതുപോലെ നല്ല ക്ലീനും കാര്യങ്ങളാണ് നമ്മൾ പറയാ, ആ ഹോസ്പിറ്റലിൽ പോക്കോട്ടോ, നല്ല ക്ലീൻ ആണ്. നമ്മളും ക്ലീൻ ഇഷ്ടപ്പെടുന്നവരല്ലേ, നമ്മളെ വൃത്തിമേനൊക്കെ ഉള്ളവരല്ലേ അല്ലേ? നമുക്ക് അങ്ങനെ ഒരു അഴുക്കായിട്ടുള്ള ഒരു ഇതിലേക്കൊന്നും നമ്മൾ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല ആരും. അപ്പൊ എന്താ പറയാ, അങ്ങനെ ആ ഹോസ്പിറ്റലിന്റെ പ്രശസ്തി നിലനിർത്താനും ഹൗസ് കീപ്പിംഗ് സർവീസ് സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇമ്പോർട്ടന്റിൽ വരുന്നതാണ്. നമുക്കൊരു ഹോസ്പിറ്റലിനെ കുറിച്ചൊരു പേര് കൊടുക്കാൻ, നല്ല ഹോസ്പിറ്റലാണ്, നല്ല വൃത്തിയുള്ള ഹോസ്പിറ്റലാണ് അല്ലെ, അങ്ങനെ ഒരു പ്രശസ്തി നിലനിർത്താനായിട്ട്. പിന്നെ നോക്കിയേ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. നാലാമത്തെ പോയിന്റ് എന്താ? ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ. നാലാമത്തെ പോയിന്റ് എന്താ? ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ അല്ലെ, ഹോസ്പിറ്റലിൽ അടിച്ചുവാരി വൃത്തിയായിട്ടൊന്ന് വെച്ചിട്ട് ഇൻഫെക്ഷൻ വരാം, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ വരാം, HAI ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ വരാം. അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമേ, നല്ല നീറ്റ് ആയിട്ട് ക്ലീൻ ആക്കിയിട്ട് സാനിറ്റൈസ് ചെയ്തൊക്കെ എല്ലാം നല്ല നീറ്റ് ആണെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ വരില്ല. അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും. ക്ലിയർ ആയോ നോക്കിയ 4 പോയിന്റ് പെട്ടെന്ന് വായിച്ചു വെക്കി. ഫസ്റ്റ് പോയിന്റ് ടു ഇമ്പാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്. എന്താ പറഞ്ഞ, ഒരു സുഖപ്രദമുള്ള ഒരു സുഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം, നമുക്ക് ശുചിത്വമുള്ള ഒരു അന്തരീക്ഷം നൽകാൻ. ഇമ്പാർട്ട്, ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം നൽകാൻ ഹൗസ് കീപ്പിംഗ് സർവീസ് വേണം. ശുചിത്വമുള്ള ഒരു അന്തരീക്ഷം നൽകാൻ ഹൗസ് കീപ്പിംഗ് വേണ്ടേ? തേർഡ് പോയിന്റ് എന്താണ്? തേർഡ് പോയിന്റ് മനസ്സിലായില്ലേ? ഇബിനക്ക് ഒന്ന് ശ്രദ്ധിച്ച്, നമ്മുടെ ഹോസ്പിറ്റലിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കാൻ, ടു മെയിൻറ്റെയിൻ നിലനിർത്താൻ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ നല്ല ഹോസ്പിറ്റലാണ്, നല്ല വൃത്തിയുള്ള ഹോസ്പിറ്റലാന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ല പ്രശസ്തി അല്ലേ? ഒരു വൃത്തി മെനയില്ല, അടിച്ചു വാരുന്നില്ല, അങ്ങനെയാവുമ്പോ നമുക്ക് ആ ഹോസ്പിറ്റലിന്റെ പ്രശസ്തി ഉണ്ടാവുമോ? നമ്മൾ പറയോ നല്ല ഹോസ്പിറ്റലാണ്? ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ പറയോ നമ്മള്? പറയൂല അല്ലേ? നല്ല നീറ്റ് ആണെങ്കിലാണ് ആ ഹോസ്പിറ്റലിന് പ്രശസ്തി നിലനിർത്തുള്ളൂ. നല്ല ഹോസ്പിറ്റലാണ്, നല്ല ക്ലീൻ ആണ്, നല്ല നീറ്റ് ആണ്, പ്രോപ്പർ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നാ ഒരു ഹോസ്പിറ്റലിന്റെ പ്രശസ്തി നിലനിർത്താൻ. മനസ്സിലായോ എബിനിക്ക്? ഓക്കെ ആണോ? തേർഡ് പോയിന്റ്. ഇതെല്ലാം എന്തിനാണ്? ഹൗസ് കീപ്പിംഗിന്റെ ഇമ്പോർട്ടൻസ് ആണ്. മനസ്സിലായല്ലോ? ഒരു നല്ലൊരു ശുചിത്വമുള്ള അന്തരീക്ഷം നൽകാൻ, പിന്നെ ഒരു കമ്മ്യൂണിറ്റിയുടെ, ഒരു സമൂഹത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റാൻ, ഹോസ്പിറ്റലിന്റെ പ്രശസ്തി മെയിൻറ്റെയിൻ ചെയ്യാൻ, നിലനിർത്താൻ, ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനും ഹൗസ് കീപ്പിംഗ് സഹായിക്കുന്നുണ്ട്. അടുത്ത് നോക്കിയ ഒബ്ജക്റ്റീവ്സ്. ഇനി എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? ഇത് നോട്ട് ചെയ്തോ കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഹൗസ് കീപ്പിംഗിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാന്നൊക്കെ? കോമൺ സാനിറ്റേഷൻ, ക്ലീൻനെസ് ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെന്റ്. ഒരു ടെക്സ്റ്റ് നോക്കിയേ, എൻവയോൺമെന്റ് എന്നാണോ നോക്കട്ടോ, അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം കേട്ടോ. ENVIRONMENT എൻവയോൺമെന്റ്. കോമൺ സാനിറ്റേഷൻ, കോമൺ ആയിട്ടുള്ള സാനിറ്റൈസ് ചെയ്യുക. ക്ലീൻനെസ്,
ശുചീകരണങ്ങൾ കാര്യം ചെയ്യുക, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സുഖപ്രദമായിട്ടുള്ള ഒരു അന്തരീക്ഷം നൽകാനും ഈ ഹൗസ് കീപ്പിംഗിന്റെ ലക്ഷ്യമാണ്, നൽകുക എന്നുള്ളത് ഒരു ഒബ്ജക്റ്റീവാണ്. കോമൺ സാനിറ്റേഷൻ, ക്ലീൻനെസ്, കംഫർട്ടബിൾ എൻവയോൺമെന്റ്. അടുത്ത നോക്കിയ രണ്ടാമത്തെ പോയിന്റ്, ഡെവലപ്പിംഗ് പൊളൈറ്റ്, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ തന്നെയാണോ? ഒന്ന് നോക്കിയേ, ടെക്സ്റ്റ് എടുത്ത് നോക്കിയേ. ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എന്നാണ് കേട്ടോ, അന്തരീക്ഷം ആണോ? ഒന്ന് റിപ്ലൈ അടിക്കോ? അതേപോലെ ഞാൻ ഷെയർ ചെയ്തിട്ടേക്കണ ഇതിനകത്ത് മിസ്റ്റേക്ക് ആണോ? നിങ്ങളുടെ ടെക്സ്റ്റിലും അങ്ങനെ തന്നെയാണോ കിടക്കണേന്നാണ്. ടെക്സ്റ്റിൽ കറക്റ്റ് ആണല്ലേ? ആണോ? കറക്റ്റ് ആയിട്ട് അറ്റ്മോസ്ഫിയർ തന്നെയാണ് അവിടെ എഴുതിയേക്കുന്നേ? ആ അല്ല, അപ്പൊ ടെസ്റ്റിൽ തെറ്റായിട്ടൊക്കെ കിടക്കണേ അല്ലേ? അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്തിട്ടേ ഞാൻ പറയാം കേട്ടോ. അറ്റ്മോസ്ഫിയർ, ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. മുകളിൽ നമ്മൾ തിരുത്തിയത് എൻവയോൺമെന്റ്. ഓക്കെ, രണ്ടെണ്ണം കറക്റ്റ് ചെയ്തില്ലേ? അത് രണ്ട് സെന്റൻസിന്റെ ലാസ്റ്റ് വേർഡ് എല്ലാവരും കറക്റ്റ് ചെയ്തോ? ഓക്കെ, നോക്കിയേ. ഡെവലപ്പിംഗ് പൊളൈറ്റ് ആയിട്ടുള്ള ഒരു മര്യാദയുള്ള, ദെൻ റിലയബിൾ വിശ്വസനീയമായിട്ടുള്ള, ആൻഡ് ഫ്രണ്ട്ലി സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നൽകുക എന്നുള്ളത് ഹൗസ് കീപ്പിംഗിന്റെ ഒബ്ജക്റ്റീവ് ആണ് അല്ലെ? നമുക്ക് വിശ്വാസമാണ്, നമുക്ക് അവിടെ വേറെ മൈക്രോബ്സ് ഒന്നും ഇല്ല, എല്ലാം നീറ്റ് ആണ്, നമുക്കൊരു വിശ്വാസമാണ്. ഒരു പൊളൈറ്റ് ആയിട്ടുള്ള, ഒരു മര്യാദയുള്ള, ഒരു വിശ്വസനീയമായിട്ടുള്ള, ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു നല്ലൊരു അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു ഒബ്ജക്റ്റീവാണ്. മൂന്നാമത്തെ നോക്കിയേ, ഗുഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഹാർട്ടി റിലേഷൻസ്. ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലുള്ള ഒരു സൗഹൃദ, ഒരു ബന്ധം, ഹാർട്ടി റിലേഷൻ, നല്ലൊരു ബന്ധം നിലനിർത്താൻ. ഗുഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഹാർട്ടി റിലേഷൻ, ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഒരു നല്ലൊരു ബന്ധം നിലനിർത്താൻ. അടുത്ത നോക്കിയേ, എൻഷുറിംഗ് സേഫ്റ്റി ഓഫ് സേഫ് പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ്. സ്റ്റാഫ്, പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ്. എൻഷുറിംഗ് സേഫ്റ്റി, ആർക്കൊക്കെ സേഫ്റ്റി എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. സേഫ്റ്റി ഓഫ് ആർക്കൊക്കെയാ? സ്റ്റാഫിന്, അവിടുത്തെ പേഷ്യൻസിന്, അവരുടെ റിലേറ്റീവ്സിനൊക്കെ ഒരു നല്ലൊരു സുരക്ഷിതമായിട്ടുള്ള ഒരു സേഫ്റ്റി, സുരക്ഷ ഉറപ്പുവരുത്തുക. നമുക്ക് പേടിക്കണ്ട അല്ലെ? ഇനി വേറെ കണ്ടാമിനേഷൻ ആവുമെന്നോ, വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വരുമെന്നോ, ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ വരുമെന്നോ ഒന്നും നമുക്ക് പേടിക്കണ്ട. ഒരു സേഫ് ആണ് എന്നൊരു നീറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ നമുക്ക് അവിടെ സേഫ് ആണെന്ന് നമുക്ക് പറയാലോ അല്ലെ? സേഫ്റ്റി ഉറപ്പുവരുത്താൻ, ensuring safety of staff, patient and relatives. അടുത്ത നോക്കിയേ, ക്വാളിറ്റി റീസ്റ്റെയിലിംഗ് ഓഫ് സാനിറ്ററി എക്യുപ്മെന്റ്സ് ആൻഡ് ക്ലീനിങ് ഏജന്റ്സ്. നോക്കിയേ, ക്വാളിറ്റി റീസ്റ്റെയിലിംഗ്, ഗുണനിലവാരം നിയന്ത്രണം. ക്വാളിറ്റി റീസ്റ്റെയിലിംഗ്, ഗുണനിലവാരം നിയന്ത്രണം. ഓക്കെ, ക്വാളിറ്റി റീസ്റ്റെയിലിംഗ് ഓഫ് സാനിറ്ററി എക്യുപ്മെന്റ്സ് ആൻഡ് ക്ലീനിങ് ഏജന്റ്. സാനിറ്ററി എക്യുപ്മെന്റ്സ്, സാനിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളില്ലേ, അതുപോലെ ക്ലീനിങ് ഏജന്റ്സ്, ക്ലീൻ ചെയ്യാനുള്ള ക്ലീനിങ് ഏജന്റ്സ്, അതിന്റെയൊക്കെ ക്വാളിറ്റി നിലനിർത്തുക, ഗുണനിലവാര നിയന്ത്രണം. Then last നോക്കിയേ, പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. പ്രോപ്പർ ആയിട്ട്, അപ്പൊ ഹൗസ് കീപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, ആ ഒരു സർവീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഇതുണ്ടാവുക, റിപ്പോർട്ടുകൾ ഉണ്ടാവുമല്ലോ. എന്തൊക്കെ ഐറ്റംസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത് അല്ലെ, സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ഡിറ്റർജൻസ് അല്ലെ, അങ്ങനെയുള്ള അത്, പിന്നെ അതുപോലെ തന്നെ അത് വാഷിങ്ങിനും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങള്. അപ്പൊ എല്ലാരും, അതായത് ആ ഒരു ഹൗസ് കീപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ റെക്കോർഡുകളും എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഫീഡ്ബാക്കുകളും നമ്മൾ കീപ്പ് ചെയ്യുക. അത്രയാണ് ഒബ്ജക്റ്റീവ്സ്. ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യണ്ട, ജസ്റ്റ് നിൽക്കൊന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ അറിഞ്ഞോണ്ടേ
ഇതിനകത്തെല്ലാം ഒരു ക്ലീൻനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പൊ ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതാണോ എന്ന് ചോദിച്ചറിയാലോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എല്ലാം അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റ്. അപ്പൊ അതുകൊണ്ട് ബൈ ഹാർട്ട് ചെയ്യണ്ട. നിങ്ങൾ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാം, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ലേ. ഓക്കെ, അടുത്തതാണ് ലൊക്കേഷൻ. സെക്കൻഡ് പോയിന്റ് പറയണോ? ഡെവലപ്പിംഗ് പൊളൈറ്റ്. പൊളൈറ്റ് എന്ന് പറഞ്ഞത് ഒരു മര്യാദയുള്ളത്, മര്യാദ. റിലയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വസനീയമായ. ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ എന്താ? സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ വികസിപ്പിക്കുക. നമ്മുടെ ഒരു മര്യാദയില്ലേ, ഇപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ വരും എന്ന് പറഞ്ഞു, അവിടെ അടിച്ചു വാരി ഇടുക എന്ന് പറഞ്ഞാൽ ആർക്കടെ മര്യാദയാ? നമ്മുടെ മര്യാദയല്ലേ? അല്ലെങ്കിൽ വിരുന്നുകാർ വരും എന്ന് പറയുമ്പോൾ നമ്മൾ അടിച്ചും വരാതെ ഇടുന്നതാണോ നമ്മുടെ ഒരു ആദിത്യ മര്യാദ? ആണോ? ആളുകൾ വരുമ്പോ നല്ല വൃത്തിയായിട്ടുള്ള ഒരു അന്തരീക്ഷം ചെയ്യുക എന്നുള്ളത് അവിടത്തെ എന്താ പറയുമ്പോ ഹോസ്പിറ്റലാണെങ്കിൽ മാനേജ്മെന്റിന്റെ, നമ്മുടെ വീടാണെങ്കിൽ നമ്മുടെ വീട്ടുകാരുടെ ഉത്തരവാദിത്വം തന്നെയല്ലേ? ഒരു മര്യാദയാണത്, അതാ പറഞ്ഞേക്കുന്നേ. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഒരു മര്യാദയാണ് ശരിക്കും ഈ ഹൗസ് കീപ്പിങ്ങിന്റെ ഒരു മര്യാദയാണ് ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത്. കണ്ടോ? അങ്ങനെ ഒരു പൊളൈറ്റ്, റിലയബിൾ എന്ന് പറയുന്നത് വിശ്വസനീയമാണ്, നമുക്ക് വിശ്വാസമാണ്, അതെ ക്ലീൻ ആണ്, ഇനി അവിടെ വേറെ എന്താ മൈക്രോബ്സ് ഒന്നുമില്ല, അല്ലെങ്കിൽ അവിടെ നമുക്ക് ഇൻഫെക്ഷൻ വരൂല എന്ന് നമുക്ക് വിശ്വസനീയമാണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ആൻഡ് ഫ്രണ്ട്ലി, ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക, അത് ഒബ്ജക്റ്റീവ് ആണ്. ക്ലിയർ ആയോ മോളെ? ഓക്കെ, ഡെവലപ്പിംഗ് പൊളൈറ്റ്, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം, മര്യാദയുള്ള വിശ്വസനീയമായിട്ടുള്ള ഒരു സൗഹൃദപരമായിട്ടുള്ള അന്തരീക്ഷം വികസിപ്പിക്കുക. ക്ലിയർ ആണോ? ചോദിച്ച ആള് പോയിന്റ് ഓക്കെ ആണോ? യെസ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ കേട്ടോ. ചോദിച്ചാലാണ് എനിക്ക് അറിയാമുള്ളൂ. നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ ജസ്റ്റ് അടുത്തതിലേക്ക് പോകും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കുക കേട്ടോ. ഞാനത് ഒന്നുകൂടി എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോ ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് അത് ഓക്കെ ആണ്, ക്ലിയർ ആണ് എന്നുള്ളത് കേട്ടോ. ഇനി അടുത്തതാണ് ലൊക്കേഷൻ. ഇനി എവിടെയായിരിക്കണം ഒരു ഹൗസ് കീപ്പിംഗ് സർവീസ്? നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു ക്ലീനിങ് സംഭവങ്ങളൊക്കെ? ആ ഒരു സെക്ഷൻ കാര്യങ്ങളൊക്കെ എവിടെയായിരിക്കും അത്? ഫ്രണ്ടിൽ തന്നെയാണോ? ചെല്ലുമ്പോൾ തന്നെ ഒരു റൂമില് ഈ ചൂലും അടിച്ച സാധനങ്ങളൊക്കെ ആണോ വെച്ചേക്കുന്നേ? അല്ല അല്ലെ? അതിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം നോക്കിയേ. ഹൗസ് കീപ്പിംഗ് അറ്റൻഡ്സ് ഓൾ ഏരിയാസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഉണ്ടോ? ഹോസ്പിറ്റലിലെ എല്ലാ മേഖലയിലും നമുക്ക് ഹൗസ് കീപ്പിംഗ് വരുന്നുണ്ട്. അതായത് ഓരോ ഫ്ലോറിലും ഉണ്ടാവൂലേ, ഓരോ ഫ്ലോറിലും അവരെ ഒരു കോർണറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അതിനുള്ള ഒരു ഏരിയ ഉണ്ട് അവർക്ക്, അല്ലെങ്കിൽ ഒരു റൂമോ ഈ സാധനങ്ങളൊക്കെ വെക്കണ്ടേ? ബക്കറ്റ്, സോപ്പ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ലോഷനുകള്, ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങള്, ഇതൊക്കെ മോപ്പ്, അങ്ങനെയുള്ള ടവലുകൾ, ഇതെല്ലാം വെക്കാനായിട്ട് അതെങ്ങനെയാ? അത് എല്ലാ മേഖലയിലും കണ്ടോ? സർവീസ് ഹോസ്പിറ്റലില് ഹൗസ് കീപ്പിംഗ് അറ്റൻഡ്സ് ഓൾ ഏരിയ, എല്ലാ ഏരിയയിലും എന്ത് ചെയ്യുന്നു? എല്ലാ ഏരിയയിലും അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഹൗസ് കീപ്പർ സേവനം ചെയ്യുന്നുണ്ട്, സർവീസ് ചെയ്യുന്നുണ്ട്, അറ്റൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ അതാണെങ്കിലും നമുക്ക് സാധനങ്ങളാണെങ്കിലും ഇന്ന സ്പെസിഫിക് ആയിട്ട് ഇന്ന സ്ഥലത്ത് വേണം, നമുക്ക് അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഒന്നും വേണ്ട. ഓക്കെ, ദോ മേ ബി സിറ്റുവേറ്റഡ് ഇൻ എ നോൺ പ്രൈം ഏരിയ. അപ്പൊ ഹൗസ് കീപ്പിംഗ് സർവീസ് ഫസ്റ്റ് ഫ്ലോറിൽ വേണമെന്നുണ്ടോ? ഗ്രൗണ്ട് ഫ്ലോർ വേണമെന്നുണ്ടോ? നമുക്ക് അധികം പ്രാധാന്യമില്ലാത്ത ഒരു ഏരിയയിലായിരിക്കണം സിറ്റുവേറ്റ് ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് വേണ്ട. അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് എമർജൻസി ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അല്ലെ. അല്ലാതെ ആദ്യം തന്നെ ഹൗസ് കീപ്പിംഗ് കൊണ്ടുവന്ന് വെക്കേണ്ട ആവശ്യമില്ല. അതാണ് അധികം പ്രാധാന്യമില്ലാത്ത ഏരിയയിൽ വെക്കണം. അണ്ടർലൈൻ ചെയ്തോട്ടോ, ആ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഹൗസ് കീപ്പിംഗ് സർവീസ് മേ ബി സിറ്റുവേറ്റഡ് ഇൻ എ ഡാഷ്. എവിടെ ആയിരിക്കണം? അപ്പൊ അവിടെ ഉണ്ടാവും ഗ്രൗണ്ട് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ, നോൺ പ്രൈം ഏരിയ, അധികം പ്രാധാന്യമില്ലാത്ത സ്ഥലത്തായിരിക്കണം. It should be as far as possible centrally located and close to the vertical transport system to make a way for easy movement of housekeeping materials and equipment. Okay, it should be as far as possible centrally located. എവിടെയായിരിക്കും? ഒരു കേന്ദ്രീകൃതമായിട്ട്, ഒരു സെൻട്രലി ലൊക്കേറ്റ് ചെയ്യണം സാധ്യമായ രീതിയിൽ. അതായത് എല്ലാ സ്ഥലത്തും വേണ്ട.
അതായത് അതിനെ ഒരു സെന്ററിലായിട്ട്, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലെ ഫസ്റ്റ് ഫ്ലോർ ആണ്, അതിന്റെ ഏകദേശം ഒരു നടുക്കായിട്ടായിരിക്കണം. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സാധനങ്ങൾ കൊണ്ടുപോകാൻ എളുപ്പമില്ലേ? അല്ലെങ്കിൽ നോക്കി ഒരു ഹോസ്പിറ്റലിന്റെ ഒരു മൂലയ്ക്ക് കൊണ്ടുവന്നാ വെച്ചേക്കുന്നേ. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ അവിടെ നിന്ന് ഇത്രയും റൂമുകളിലേക്ക് അത് കൊണ്ടുവരാൻ പാടല്ലേ? അതാ പറഞ്ഞേക്കുന്നേ. എങ്ങനെയാണ് ഒരു കേന്ദ്രീകൃതമായിട്ട് സെന്ററലി locate ചെയ്യണം. And close to the vertical transport system to make way for easy movement of housekeeping material and equipment. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട്. ഇത് വളഞ്ഞു വിളഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് ഇച്ചിരി കൂടി ഇതായിട്ടുള്ളത് വരരുത്. അതായത് വെർട്ടിക്കൽ ആയിട്ട് ഒരു ലംബമായിട്ടുള്ള, അതായത് നേരെ തന്നെ കൊണ്ടുപോകുന്ന രീതിയിലുള്ളതായിരിക്കണം. എന്തിനാ? To make a way for easy movement of housekeeping materials and equipment. Housekeeping materials, equipments ഒക്കെ കൊണ്ടുപോകാൻ എളുപ്പത്തിന് ഒരു വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം കണ്ടോ അങ്ങനെ ആയിരിക്കണം. സെൻട്രലി ലൊക്കേറ്റഡ് ആൻഡ് ക്ലോസ് ടു ദ വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം to make way for easy movement of keeping material and equipment. കൊണ്ടുപോകാൻ എളുപ്പത്തിന് വേണ്ടിയാ, വേറെ ഒന്നുമല്ല. കൊണ്ടുപോകാനായിട്ട് ഹൗസ് കീപ്പിംഗ് മെറ്റീരിയൽസ്, എക്യുപ്മെന്റ്സ് കൊണ്ടുപോകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതെങ്ങനെ ഒരു സെന്റർലി, അതായത് വെർട്ടിക്കൽ ക്ലോസ് ടു ദ വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഒരു ലംബമായ ഗതാഗത സംവിധാനത്തോടു കൂടിയായിരിക്കണം. അതിനകത്ത് ആ നോൺ പ്രൈം ഏരിയ എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ലൊക്കേഷനില് ഇവിടെ ലൊക്കേറ്റ് ചെയ്യണം. അധികം പ്രധാനമില്ല. ഇനിയിപ്പോ ഓപ്ഷൻ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. പ്രൈം ഏരിയ എന്ന് ചോദിക്കാം, ഓപ്ഷൻ ബിയില് നോൺ പ്രൈം ഏരിയ എന്ന് ചോദിക്കാം, ബോത്ത് എ ആൻഡ് ബി ചോദിക്കാം, നൺ ഓഫ് ദ എബോവ് എന്ന് ചോദിക്കാം. അങ്ങനെയും ഓപ്ഷൻസ് ചോദിക്കാം. നോൺ പ്രൈം ഏരിയ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്തതാണ് ഓർഗാനോഗ്രാം. നമ്മൾ പലതും പഠിച്ച ബ്ലഡ് ബാങ്ക് ഇതൊക്കെ പഠിച്ചപ്പോ തുടങ്ങി ഓർഗാനോഗ്രാം പഠിക്കണ്ടല്ലേ? അതിന്റെ ആ ഒരു സ്ട്രക്ചറൽ ഡയഗ്രാം ആണ്, ഹോസ്പിറ്റലിന്റെ ഒരു ഘടനയാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലോ അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു റിലേഷൻ കാണിക്കുന്ന ഒരു ഇതാണ്, ഡയഗ്രമാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. റിലേഷൻ, വർക്കിംഗ് റിലേഷൻസ് കാണിക്കുന്ന ഒരു ഡയഗ്രാം. നോക്കിയേ, ഓർഗാനോഗ്രാം എന്താ പറഞ്ഞത്? ഏറ്റവും ഇത് നോക്കി, എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പിംഗ് മാനേജർ ആണ് ഈ ഡിപ്പാർട്ട്മെന്റിനെ ലീഡ് ചെയ്യുന്നത്. ലീഡ്സ് ദ ഡിപ്പാർട്ട്മെന്റ്. അണ്ടർലൈൻ ചെയ്തോട്ടോ. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനെ നോക്കിയേ, എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ, അദ്ദേഹമാണ് ആ ഡിപ്പാർട്ട്മെന്റിനെ ലീഡ് ചെയ്യുന്നത്. ആരാ ലീഡ് ചെയ്യുന്ന? ഹു ലീഡ്സ് ദ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്? ആരെയാണ്? ഹൗസ് കീപ്പർ, എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ, അവരാണ് ലീഡ് ചെയ്യുന്നത്. ഹി ഓർ ഷീ ഷുഡ് ബി ഏബിൾ ടു ഫോം കൺട്രോൾ ആൻഡ് ഡെവലപ്പ് ഹൗസ് കീപ്പിംഗ് സർവീസസ് ഇൻ ദ ഹോസ്പിറ്റൽ. അവർക്ക് എന്തിനുള്ള ഇത് വേണം? ഹി ഷുഡ് ബി ഏബിൾ ടു ഫോം control and develop housekeeping services in the hospital. ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗ് സേവനങ്ങള് അതിനെ ഫോം ചെയ്യാന്ന് വെച്ചാൽ രൂപീകരിക്കാനും, ഹൗസ് കീപ്പിംഗ് ഇത് രൂപീകരിക്കാനും അതിനെ കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കാനും ഡെവലപ്പ് ചെയ്യാനും കഴിയണം. രൂപീകരിക്കാനും കഴിയണം. അതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ. He or she should be able to form, control and develop housekeeping services in the hospital. Underline ചെയ്തോട്ടോ. അത് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ എന്താ ചെയ്യേണ്ടത്? ഇനി രണ്ടാമത്തെയാണ് വരുന്ന അസിസ്റ്റന്റ്. അതിന്റെ കീഴിൽ കേട്ടോ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ. ഓക്കെ, assistant executive housekeeper and floor supervisor, trained and acquainted with the housekeeping procedure and able to manage the housekeeping staff. അപ്പൊ എന്താണ് acquainted എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുക, acquainted പരിചയമുള്ള. ഓക്കെ, trained ആയിട്ടുള്ള, പരിശീലനം ലഭിച്ചത്. acquainted എന്ന് വെച്ചാൽ പരിചയമുള്ള, നമുക്ക് നല്ല പരിശീലനം ലഭിച്ചതും അതിൽ നല്ല പരിചയമുള്ളതും. വിത്ത് ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയർ. ഇങ്ങനെയുള്ള ആളായിരിക്കണം. ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയറില് നല്ല പരിശീലനം ലഭിച്ചതും നല്ല ഒരു പരിചയമുള്ള ആളായിരിക്കണം. ആൻഡ് ഏബിൾ ടു മാനേജ് ദ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. എന്ത് വേണം? ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളില്ലേ, അവരെ മാനേജ് ചെയ്യാനുള്ള കഴിവും വേണം.
and able to manage the housekeeping staff. ഹൗസ്കീപ്പിംഗ് സ്റ്റാഫിനെ മാനേജ് ചെയ്യാനുള്ള കഴിവും വേണം. ഇനി മൂന്നാമത്തെയാണ് ഹൗസ്കീപ്പിംഗ് എംപ്ലോയീസ് എങ്ങനെയാണ് നോക്കിയേ. മോസ്റ്റ്ലി ഇൻഎക്സ്പേർട്ട് ആൻഡ് ലോവസ്റ്റ് പെയ്ഡ്. ഈ അടിച്ചു വാരുന്നതും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ സാലറി ഒക്കെ എങ്ങനെയാ? ഭയങ്കര സാലറിയാണോ അവർക്ക്? ആണോ? സാലറി കുറവല്ലേ അവർക്ക്? പിന്നെ അതുപോലെ തന്നെ വലിയ ക്വാളിഫിക്കേഷൻ വേണോ? തുച്ഛമായ സാലറി, കുറച്ച് സാലറി ഉള്ളു അല്ലെ? ലോവസ്റ്റ് പെയ്ഡ് നോക്കിയേ. ലോവസ്റ്റ് പെയ്ഡ് കുറച്ച് പൈസയേ ഉള്ളൂ അല്ലെ? അവരെങ്ങനെ ഇൻഎക്സ്പേർട്ട് ആണ്. അവർക്ക് ഇന്ന ഡിഗ്രി വേണം. ഇപ്പൊ നമുക്ക് എന്താ പറയാ, BA കഴിയണം, അല്ലെങ്കിൽ MCOM കഴിയണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും BEd കഴിയണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡിഗ്രികൾ വേണം. അങ്ങനെയുണ്ട് അവർക്ക്. ക്ലീനിങ് വർക്ക് ചെയ്യണവർക്ക് വേണ്ട അല്ലേ? വേണ്ട, അവർക്ക് വേണ്ട. അവർ ഇൻഎക്സ്പേർട്ട് ആണ് അല്ലെ? മോസ്റ്റ്ലി എക്സ്പേർട്ട് അല്ല, എക്സ്പേർട്ട് ആവണമെന്നില്ല. ആൻഡ് ലോവസ്റ്റ് പെയ്ഡ്, ശമ്പളം കുറവാണ്. അവരെങ്ങനെയാ നോക്കിയേ? മസ്റ്റ് ബി വെൽ ഫെമിലിയർ വിത്ത് to the housekeeping procedure by training and education. എന്നിട്ട് അല്ലാതെ ഇന്ന വിദ്യാഭ്യാസം വേണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ ഇത്ര വർഷം നമ്മൾ ഇന്ന ഹോസ്പിറ്റലിൽ നിന്ന് അത് ക്ലീനിങ് പ്രൊസീജിയർ ചെയ്ത് അതിന്റെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണ്ട. നമ്മൾ വേറെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കും അല്ലെ? ചോദിക്കൂലേ? എത്ര വർഷം ജോലി ചെയ്തു, അതിന്റെ സർട്ടിഫിക്കറ്റ് കാണിക്കണം. പക്ഷെ ഇപ്പൊ നമ്മൾ ഹൗസ് കീപ്പിംഗ് ജോലിക്കാ നമ്മൾ പോണെങ്കിൽ നമുക്ക് ഇന്ന ഹോസ്പിറ്റൽ ഇത്ര നാൾ അടിച്ചു വരേന്റെ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ചെല്ലണം? വേണ്ട അല്ലേ? ഇൻഎക്സ്പേർട്ട് ആണ്. അതാ പറഞ്ഞിരിക്കുന്നത്. ശമ്പളം കുറവാണ്. അതെ, അവർക്ക് എങ്ങനെ അവർ പരിചയം തന്നെ. അവർക്ക് ട്രെയിനിങ് കൊടുക്കും അല്ലെ? ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം, അല്ലെ ഇന്ന പോലെ ചെയ്യണം എന്നുള്ളത് അവർക്ക് എന്താണ്? ട്രെയിനിങ്ങിലൂടെയും എഡ്യൂക്കേഷനിലൂടെയും അവര് ആ ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയറിലേക്ക് ഫെമിലിയർ ആയിരിക്കണം അല്ലെ? അവരെ അങ്ങനെ അത് പരിശീലനത്തിലൂടെയും അവരുടെ വിദ്യാഭ്യാസത്തിലൂടെയും ഹൗസ് കീപ്പിംഗ് നടപടിക്രമങ്ങള് നന്നായി അവര് പരിചിതമായിരിക്കണം. അല്ലാതെ നമ്മൾ ചെല്ലുമ്പോ തന്നെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ചെല്ലോ, അല്ലെങ്കിൽ അവര് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട നമുക്ക്. അവിടെ നമ്മൾ ചെന്നതിന് ശേഷം അപ്പൊ നമുക്ക് അവിടെ ട്രെയിനിങ് ഉണ്ട് അല്ലെ? ട്രെയിനിങ്ങും അതുപോലെ തന്നെ എന്തെങ്കിലും ഇതുപോലെ തന്നെ എഡ്യൂക്കേഷനിലൂടെയും അവര് ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയർ നന്നായിട്ട് പരിചിതമായിരിക്കണം. അത്രേ ഉള്ളൂ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ. അത് ചോദിച്ചിട്ടുണ്ട് അവിടെ. ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് മോസ്റ്റ്ലി ഇൻഎക്സ്പേർട്ട് ആൻഡ് ലോവസ്റ്റ് പെയ്ഡ്. അണ്ടർലൈൻ ചെയ്തോട്ട്. പിന്നെ അതുപോലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ അവർക്കിടെ ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതും കൂടി ആ സെന്റൻസും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് അപ്പൊ അതാണ് ഓർഗാനോഗ്രാം. 3 ലെവലാട്ടോ. 3 ലെവലാണ്. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ലീഡ് ചെയ്യുന്നത്, ഡിപ്പാർട്ട്മെന്റിൽ ലീഡ് ചെയ്യുന്നതാണ്. ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയർ ഡെവലപ്പ് ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനും ഉള്ള ഒരു കഴിവുള്ള ആള്. പിന്നെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ പറഞ്ഞു. പിന്നെ മൂന്നാമത്തെയാണ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. ഇനി എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ്? ഇവിടെ വേണ്ട ഫെസിലിറ്റികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സ്പേസ് എന്തൊക്കെയാ വേണ്ടത് എന്നുള്ളത് കേട്ടോ. ഹൗസ് കീപ്പിംഗിന്റെ facilities and space are needed for housekeeping. ഹൗസ്കീപ്പിംഗിന് വേണ്ട ഫെസിലിറ്റികൾ, അത് സ്പേസ് എന്തൊക്കെ ഇത് വേണം അവിടെ എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഓഫീസ് ഫോർ ദ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. അപ്പൊ ഒരു കാര്യം എന്ത് ഫെസിലിറ്റി വേണം അവിടെ? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഒരു ഓഫീസ് വേണം. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ ഇതും ഒക്കെ നോക്കണ്ടേ, എല്ലാം കൺട്രോൾ ചെയ്യണം, ചെയ്യണം ഹൗസ് കീപ്പിംഗ് വർക്കുകൾ. അപ്പൊ ഇതൊക്കെ നോക്കാനായിട്ട് ഓരോ സെക്ഷനുകൾ, ഓരോ ഏരിയ, ഓരോ സ്റ്റാഫുകള് അല്ലെ, അവരുടെ വർക്കിംഗ് ടൈം, ഇതെല്ലാം അവർക്ക് നോക്കണം അല്ലെ. അപ്പൊ അദ്ദേഹത്തിനുള്ള ഒരു ഓഫീസ് വേണം, നിർബന്ധമായിട്ട് വേണം. ഉണ്ടോ? ഓഫീസ് ഫോർ ദ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. അദ്ദേഹമാണ് ആ ഡിപ്പാർട്ട്മെന്റിനെ ലീഡ് ചെയ്യുന്നത് അല്ലെ. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആണ്, ഹൗസ് കീപ്പർ മാനേജറാണ്, അദ്ദേഹമാണ് ഡിപ്പാർട്ട്മെന്റ് ലീഡ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ഓഫീസ് വേണം, എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. അടുത്ത നോക്കിയ ഏരിയ ഫോർ ക്ലറിക്കൽ വർക്ക്. ഇനി ക്ലറിക്കൽ ജോലികൾ ഉണ്ടാവില്ലേ?
ക്ലറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുകത്തില്ലങ്ങളും ഓരോ സ്റ്റാഫുകൾ അവരുടെ ഡ്യൂട്ടി ടൈം അങ്ങനെയൊക്കെ അതൊക്കെ എഴുതുന്ന ക്ലറിക്കൽ വർക്ക് നടത്തുന്ന ഏരിയ വേണം. ഏരിയ ഫോർ ക്ലറിക്കൽ വർക്ക്, ക്ലറിക്കൽ വർക്കിന് വേണ്ട ഏരിയ. അടുത്ത് നോക്കിയേ, ഓഫീസ് ഫോർ ദ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. അടുത്ത് നോക്കാം കേട്ടോ. ഓഫീസ് ആർക്ക് വേണം? അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് വേണ്ട ഓഫീസ് വേണം. ആൻഡ് ഡെസ്ക് ഫോർ ഓഫീസ് സ്പേസ് ഫോർ സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും. അത് കൂടാതെ എന്താ പറഞ്ഞേക്കുന്നേ, ഓഫീസ് സൂപ്പർവൈസർ ഇല്ലേ അദ്ദേഹത്തിന് ഓക്കെ ഓഫീസ് ഫോർ ദ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് അദ്ദേഹത്തിനുള്ള ഒരു ഓഫീസ്. ആൻഡ് ദ ഡെസ്ക്, ആൻഡ് ഡെസ്ക് ഓർ ഓഫീസ് സ്പേസ് വേണം. സൂപ്പർവൈസറിനുള്ള ഒരു ഓഫീസ് സ്പേസും വേണം സൂപ്പർവൈസ് ചെയ്യാൻ. ഡെസ്ക് ഓർ ഓഫീസ് സ്പേസ് ഫോർ സൂപ്പർവൈസർ. ഓക്കെ. ക്ലറിക്കൽ വർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ദൈനംദിനമായിട്ട് ഡേ ടു ഡേ വർക്കായിട്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത്. അപ്പൊ അതിനുള്ള ഏരിയ ഇപ്പൊ നമ്മൾ ഫോണുകളൊക്കെ ആണെങ്കിലൊക്കെ വേണ്ടേ, ഫോൺ കോളുകൾ ആൻസർ ചെയ്യുക, ഡേറ്റ ഓരോരുത്തർക്കും ഡേറ്റ വർക്ക്ഷീറ്റിലേക്ക് എൻട്രി ചെയ്യുക, അങ്ങനെയുള്ള നിങ്ങൾക്ക് അറിയാലോ ഓഫീസ് വർക്കുകൾ, ക്ലറിക്കൽ വർക്ക് ചെയ്യാനുള്ള ഏരിയ. പിന്നെ മൂന്നാമത്തെയാണ് നമ്മൾ പറഞ്ഞത് ഓഫീസ് ഫോർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. അദ്ദേഹത്തിനുള്ള ഒരു ഓഫീസ് വേണം. അല്ലെങ്കിൽ ആൻഡ് അതുകൂടാതെ ഡെസ്ക് ഓർ ഓഫീസ് സ്പേസ് ഫോർ സൂപ്പർവൈസറിന് വേണം. ഇറ്റ് ഈസ് എ ഡിസൈറബിൾ ദാറ്റ് ദ ഫ്ലോർ സൂപ്പർവൈസർ ആർ ഫിസിക്കലി ലൊക്കേറ്റഡ് ഇൻ ദ കൺസേൺഡ് ഏരിയ ഓഫ് സൂപ്പർവിഷൻ when the personnel under the work ഉണ്ടാവും. അതായത് ഈ ഫ്ലോർ സൂപ്പർവൈസർമാര് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് എല്ലാവരെയും മേൽനോട്ടം വഹിക്കണം അല്ലെ. അതായത് ഓരോ ഫ്ലോറിലെയും കാര്യങ്ങൾ നോക്കാനുള്ളതാണ് ഫ്ലോർ സൂപ്പർവൈസർ എന്ന് പറയുന്നത് കേട്ടോ. ഫ്ലോറിലെ ഓരോ നിലയിലെ കാര്യങ്ങൾ നോക്കാനുള്ളതാണ് ഫ്ലോർ സൂപ്പർവൈസർ. അദ്ദേഹം നോക്കിയ ആ ഫിസിക്കലി ലൊക്കേറ്റഡ്, അദ്ദേഹത്തിന്റെ എന്താ സൂപ്പർവൈസറിന് ഒരു ഇത് വേണമെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ ആ ഓഫീസ് അല്ലെങ്കിൽ സ്പേസ് വേണം, ഒരു ഏരിയ വേണമെന്ന് പറഞ്ഞു. അതെങ്ങനെയായിരിക്കണം? ലൊക്കേറ്റഡ് ഇൻ ദ കൺസേൺ ഏരിയ ഓഫ് ദ സൂപ്പർവിഷൻ വേർ ദ പേഴ്സണൽ അണ്ടർ ദ വർക്ക്. കണ്ടോ, അവരുമായി ബന്ധപ്പെട്ട. അപ്പൊ അതായത് ഈ സൂപ്പർവൈസർമാര് അവരുടെ കീഴിലുള്ള ആളുകളില്ലേ, അവർ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് വരുന്ന മേൽനോട്ട മേഖലയില് ജോലി ചെയ്യുന്നതായിരിക്കും അഭികാമ്യം. അല്ലെങ്കിൽ ആ സൂപ്പർവൈസ് ചെയ്യാൻ പറ്റുമല്ലോ. സൂപ്പർവൈസർ ആ ഒരു ബിൽഡിങ്ങിൽ നിന്നല്ല വേറെ ഏതെങ്കിലും ബിൽഡിങ്ങിൽ ഒരു മുറിയിൽ പോയി ഇരിക്കുകയാണെങ്കിൽ സൂപ്പർവൈസ് ചെയ്യാൻ പറ്റൂല. അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലത്ത് ലൊക്കേഷനിൽ ഇരിക്കുകയായിരിക്കും അഭികാമ്യം. ഇതാണ് സൂപ്പർവൈസർമാര് അവരുടെ കീഴിലുള്ള സ്റ്റാഫുകള് വർക്ക് ചെയ്യുന്ന അവരുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു മേൽനോട്ട മേഖലയിൽ സ്ഥിതി ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി അഭികാമ്യം. അടുത്തതാണ് സ്റ്റോറേജ് റൂം ഫോർ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ്. ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ് വെക്കാനായിട്ട് സ്റ്റോറേജ് റൂം വേണം. ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ് വെക്കണ്ടേ? എന്തൊക്കെയാ നമ്മൾ പറഞ്ഞില്ലേ? അടിച്ചു വാരാനുള്ള ചൂല് വേണ്ടേ? മോപ്പുകൾ വേണ്ടേ? ഇങ്ങനെയുള്ള മെഷീൻസ് വേണ്ടേ? ചൂലുകൾ, ബ്രൂംസ്, ചൂലുകള്, മോപ്പുകള്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ക്ലീനിങ് ഡിറ്റർജൻസ് സാധനങ്ങള് അല്ലെ, ഇതെല്ലാം വെക്കാനായിട്ട് സ്റ്റോർ റൂം വേണം. ഇതെല്ലാം വെക്കുന്നത് സ്റ്റോർ റൂമിലല്ലേ? നമ്മുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും സ്റ്റോർ റൂമിലല്ലേ നമ്മൾ കൊണ്ടുവയ്ക്കുന്നത്? അതുപോലെ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ് വെക്കാനായിട്ട് ഒരു സ്റ്റോറേജ് റൂം വേണം. പിന്നെ അടുത്ത നോക്കിയാൽ സ്റ്റോറേജ് ഫോർ ഹൗസ് കീപ്പിംഗ് സപ്ലൈസ്. ഹൗസ് കീപ്പിംഗ് സപ്ലൈകൾ സ്റ്റോർ ചെയ്യാൻ അവിടെ നമുക്ക് സപ്ലൈകൾ എന്ന് പറഞ്ഞാൽ ഡിറ്റർജന്റുകളൊക്കെ എഴുതാം കേട്ടോ. ഡിറ്റർജന്റോ ബ്ലീച്ചോ സാനിറ്റൈസറോ അങ്ങനെയുള്ള സംഭവങ്ങള് സ്റ്റോർ ചെയ്യാനായിട്ട് സ്റ്റോറേജ് ഫോർ ഹൗസ് കീപ്പിംഗ് സപ്ലൈസ്. ആദ്യത്തെ നമ്മൾ എക്യുപ്മെന്റ്സ് പറഞ്ഞു, ഉപകരണങ്ങളാണ്. ഇവിടെ സപ്ലൈസ് സാധനങ്ങളാണ് കേട്ടോ. അടുത്ത് നോക്കിയാൽ housekeeping janitors bracket closets on all floor throughout the hospital equipped with the floor sink and the space and the shelves for housekeeping equipments, cart, buckets and supplies. എന്താണ് നമ്മൾ ഈ നോക്കി ഈ
ക്ലോസറ്റ് എന്ന് പറഞ്ഞേക്കുന്നേ അത് അലമാരയാണ് കേട്ടോ. അലമാര ഓരോ ഷെൽഫ്സുകള് അല്ലെ, ഇതൊക്കെ എടുത്ത് വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഹൗസ് കീപ്പിംഗ് ജാനിറ്റേഴ്സ്. അതെ, ക്ലോസറ്റ്സ് ഓൺ ഓൾ ഫ്ലോർ, എല്ലാ ഫ്ലോറിലും അതിൻ്റെതായ ഷെൽഫ്സ്, വെറുതെ വാരി വലിച്ചിടാൻ പറ്റൂല അല്ലെ, ഓരോന്നും അലമാരികളിൽ തന്നെ അടക്കി ഒക്കെ എടുത്തു വെക്കണം. ക്ലോസറ്റ് ഓൺ ഓൾ ഫ്ലോർ ത്രൂഔട്ട് ദ ഹോസ്പിറ്റൽ എക്വിപ്ഡ് വിത്ത് ഫ്ലോർ സിങ്ക്. പിന്നെ അതുപോലെ ഓരോ ഫ്ലോറിലും സിങ്കുകൾ വേണ്ടേ, സിങ്ക്. പിന്നെ അതുപോലെ തന്നെ എന്താ പറഞ്ഞേക്കണേ, കാറ്റ്, വണ്ടികള്, ബക്കറ്റ്, സപ്ലൈസ്, ഇതൊക്കെ വിൽക്കാനുള്ള ഇത് വേണം. ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സ് വിത്ത് അതിന്റെ ഒപ്പം തന്നെ പറഞ്ഞേക്കാണോ, ഫ്ലോർ സിങ്ക് ആൻഡ് സ്പേസ് ആൻഡ് ഷെൽഫ്സ് ഫോർ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ്, വെക്കാനുള്ള സ്പേസ്, ഷെൽഫ്സുകള്, കാർട്ട്, ബക്കറ്റ്സ് ആൻഡ് സപ്ലൈസ്, ഇതെല്ലാം വെക്കാനുള്ള ഒരു സ്പേസ് വേണം, ഒരു അലമാര സ്പേസ്. ആസ് എ പാർട്ട് ഓഫ് ദ ഡെയിലി റുട്ടീൻ, supplies for daily use on the floor and the department should be delivered to their closets directly. എന്താ പറഞ്ഞേക്കണേ, അത് നമ്മൾ ആ ഓരോ ദിവസത്തെ ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട്, ഡെയിലി റുട്ടീൻ ആസ് എ പാർട്ട് ഓഫ് ഡെയിലി റുട്ടീൻ, എന്താ ഹോസ്പിറ്റലിലെ ആ ദിനചര്യയുടെ ഭാഗമായിട്ട് എല്ലാ നിലകളിലും ഡിപ്പാർട്ട്മെന്റുകളിലും നമ്മൾ ഡെയിലി ഉപയോഗത്തിന്, ദൈനംദിന ഉപയോഗത്തിന് വേണ്ട സാധനങ്ങള് അവരുടെ അലമാരകള്, ക്ലോസറ്റ്സില്, അലമാരകളില് നേരിട്ട് എത്തിക്കണം. ക്ലിയർ ആയോ? അതോ ഇതിനകത്ത് ഫെസിലിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യണേന്നോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതൊക്കെയാന്നൊക്കെയാ ചോദിക്കുള്ളൂ കേട്ടോ. അത് മൊത്തം വാരി വരിച്ച് പഠിക്കണമെന്നില്ല, അത് ഷോർട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഒന്നാമത്തേല് നമുക്ക് പറയാം എന്താ, എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഒരു ഓഫീസ് വേണം, അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ഓഫീസ് ഫോർ ദ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ, ഡിപ്പാർട്ട്മെന്റ് ലീഡ് ചെയ്യുന്ന ആളാണ് കേട്ടോ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ എന്ന് പറയുന്നത്. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ്, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ലീഡ് ചെയ്യുന്ന ആള്. പിന്നെ ക്ലറിക്കൽ വർക്കുകൾക്കുള്ള ഏരിയ വേണം, അവിടുത്തെ ഡെയിലി കാര്യങ്ങള്, ഡെയിലി ഓഫീസ് വർക്കുകളില്ലേ അതൊക്കെ കറക്റ്റ് ആക്കാൻ, ഫോൺ കോൾ ആൻസർ ചെയ്യാൻ, അതുപോലെ തന്നെ ഡേറ്റാസ് സ്പ്രെഡ്ഷീറ്റിലേക്ക് കയറ്റാൻ, അങ്ങനെയുള്ള ക്ലറിക്കൽ വർക്കുകൾ ചെയ്യാനുള്ള ഏരിയ വേണം. പിന്നെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിനുള്ള ഏരിയ വേണം, അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. ഓഫീസ് ഫോർ ദ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. Then storage room for housekeeping equipments. Housekeeping equipments വെക്കാനുള്ള storage room. അടുത്ത storage room for housekeeping supplies. Housekeeping supplies, സാധനങ്ങള്, ഡിറ്റർജന്റുകള്, ബ്ലീച്ചേഴ്സ്, സാനിറ്റൈസർ, അങ്ങനെ പോലുള്ള സാധനങ്ങൾ വെക്കാനുള്ള സ്റ്റോറേജ് വേണം. Then അടുത്ത നോക്കിയേ, ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ് ഓൺ ഓൾ ഫ്ലോർ. ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ് എന്ന് പറഞ്ഞാൽ അലമാരകള്, എല്ലാ ഫ്ലോറിലും ഹൗസ് കീപ്പിംഗ് സാധനങ്ങൾ വെക്കാനുള്ള അലമാരകള് വേണം. അപ്പൊ ഓരോ ദിവസവും കണ്ടോ, ആ പാർട്ട് ഓഫ് ദ ഡെയിലി റുട്ടീൻ, അവരുടെ ദിനചര്യയുടെ ഭാഗമായിട്ട് എന്താണ് ഓരോ ദിവസത്തേക്കുള്ള സപ്ലൈസ് കണ്ടോ, സപ്ലൈസ് ഫോർ ദ ഡെയിലി യൂസ് ഓഫ് ദ ഫ്ലോർ. ഓരോ ഫ്ലോറിലും ഡെയിലി നമ്മള് അത് അവർക്ക് വേണ്ട സാധനങ്ങളുണ്ടല്ലോ, സപ്ലൈകള്. ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ഡെലിവേർഡ് ടു ദ ക്ലോസറ്റ്സ് ഏരിയ. അവരുടെ ഷെൽഫ്സിൽ അവര് ഡിപ്പാർട്ട്മെന്റ് കറക്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യുന്നു. അവരുടെ ഓരോ ക്ലോസറ്റ്സില്, അതായത് ഓരോ അലമാരികളിൽ അല്ലെങ്കിൽ ഓരോ സെക്ഷൻ തിരിച്ച് അവർക്ക് വേണ്ട സാധനങ്ങൾ ഡെലിവറി ചെയ്യും. അപ്പൊ അതിനകത്ത് ലാസ്റ്റത്തെ ഫെസിലിറ്റിയില് ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ് ഓൺ ഓൾ ഫ്ലോർ, അത്രയും മതി കേട്ടോ. ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ് ഓൺ ഓൾ ഫ്ലോർസ്, അത്രയും ഫെസിലിറ്റീസ് എക്യുപ്മെന്റ്സ് പറഞ്ഞേക്കണം കേട്ടോ. ക്ലിയർ ആണോ നോക്കി?
അത്ര ഞാൻ പറഞ്ഞ അത്ര അണ്ടർലൈൻ ചെയ്തിട്ടാ മതി കേട്ടോ. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന്റെ ഓഫീസ്, ക്ലറിക്കൽ വർക്കുകൾ നടത്താനുള്ള ഏരിയ, ഓഫീസ് ഫോർ ദ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ അദ്ദേഹത്തിനുള്ള ഒരു ഓഫീസ്, പിന്നെ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ് സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് റൂം, ഹൗസ് കീപ്പിംഗ് സപ്ലൈസ് സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് റൂം, ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ് ഹൗസ് കീപ്പിംഗ് സാധനങ്ങൾ വെക്കാൻ അലമാരകള് എല്ലാ ഫ്ലോറിലും. അപ്പൊ അത്രയും ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സിൽ വരുന്നത്. ക്ലിയർ ആണോ നോക്കിയേ? എന്താണ് മോളെ ഔട്ട് ഓഫ് സിലബസ്? ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ എനിക്ക് ടെക്സ്റ്റില് ചാപ്റ്റർ ഇല്ലേ? ഓക്കെ, ഹൗസ് കീപ്പിംഗ് ഇല്ലേ? എന്താണ് ഒരു സംശയം? ലാസ്റ്റ് എത്തിയപ്പോ ഫോർത്ത് മൊഡ്യൂളില് മൂന്നാമത്തെ ചാപ്റ്റർ ആണിത്. അതല്ല, പിന്നെ എന്താണ് ചോദിച്ചത്? ഇതിപ്പോ എന്താ പറയാ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ജോലിക്ക് വേണ്ടി എന്തിനാണ് ഈ ചാപ്റ്ററുകൾ പഠിക്കണേന്നാണ് നിങ്ങളുടെ ഒരു ചോദ്യം? ഇല്ല, പിന്നെന്താ ഔട്ട് ഓഫ് സിലബസ് ആണോ എന്നൊക്കെ ഇവിടെ വന്ന് ചോദിച്ചേ. എനിക്ക് മനസ്സിലായില്ല നിങ്ങളുടെ ചോദ്യം എന്താണ് ചോദിച്ചെന്നുള്ളത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലോണ്ടറി ലൈൻ പഠിച്ചു, ഇപ്പൊ അതേ ഹൗസ് കീപ്പിംഗ് പഠിപ്പിക്കാനാണോ? എന്താണ് എക്സാം? എക്സാം കഴിഞ്ഞു. ക്ലിയർ ആയില്ല കേട്ടോ നിങ്ങൾ എന്താണ് ഈ ചോദിക്കണേ എന്നുള്ളത്. നമ്മുടെ ഫോർത്ത് മൊഡ്യൂളില് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നമ്മളെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ തന്നെ നിശാമം നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നല്ലോ. നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ഈ ഒരു കോഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ഇതിലേക്ക് നമുക്ക് എന്താ പറയാ വേക്കൻസികൾ വരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ സെക്ഷനിലേക്കും ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും നമുക്ക് ഓരോ വേക്കൻസികൾ അതൊക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഓൾറെഡി കിട്ടിയിട്ടല്ലേ? നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവില്ല മാം. അതിന്റെ ഇടയ്ക്ക് എന്താ ഇങ്ങനെ ചോദിച്ചെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എന്തായാലും നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് വന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇഷ്ടം പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചാൽ മതിയല്ലോ ഇതിന് മുന്നേ. പഠിപ്പിക്കാനായിട്ട് മിസ്സിന്റെ പോലെ എവിടെ നമ്മുടെ എവിടെയാണോ മോള് ചോദിക്കണേ? ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എനിക്ക് അറിയില്ല കേട്ടോ അതെങ്ങനെയാന്ന്. നമ്മളൊക്കെ ഈ കോഴ്സ് നിങ്ങൾക്ക് അറിയാലോ. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴും വന്നതാണ്. ബയോഡേറ്റ കൊടുത്തു, വേറെ കോളേജ് നോക്കി. അതെങ്ങനെയാ നിങ്ങളൊന്ന് അന്വേഷിക്കട്ടോ. എങ്ങനെയാ ഞാനിപ്പോ എങ്ങനെയാ പറഞ്ഞു തരാ? ഇപ്പൊ എന്റെ ഒരു ഇത് കിട്ടിയതാണെങ്കിൽ ഞാൻ വാട്സപ്പിലൂടെ കണ്ടതാണ്. ഇത് ഇങ്ങനെ ഒരു ഇത് ഇങ്ങനെ ഇപ്പൊ ഒരു 4 വർഷത്തോളമായി ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ അല്ലാതെ ഞാൻ ഇതിന് മുന്നേ ആണെങ്കിലും എന്താ പറയാ വേറെ സ്കൂളിലൊക്കെ ആയിരുന്നു. വീടൊക്കെ ഓൾറെഡി കഴിഞ്ഞാണ് ഈ കോഴ്സൊക്കെ കഴിഞ്ഞതാണ്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോ എനിക്കൊരു ടീച്ചിങ് ഫീൽഡ് ആയിരുന്നു ഇഷ്ടം. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇത് പഠിച്ച ടീച്ചേഴ്സിന് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടപ്പോ ഇങ്ങനെ വന്നതാണ്. വന്ന് അപ്പൊ ഇവിടെ ക്ലാസ്സുകളൊക്കെ എടുത്തു, ഓക്കെയാണ്. പിറ്റേ ദിവസം തന്നെ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. നമുക്കൊരു ഓരോരുത്തർക്കും ഓരോ ടാലന്റും കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ നമുക്ക് പണ്ടേ മുതലേ ആ ഒരു ടീച്ചിങ് ഫീൽഡിനോടായിരുന്നു കൂടുതൽ താല്പര്യം. അതുകൊണ്ടാണ് ഇതിങ്ങനെ. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ വേറെ ഓഫറുകൾ വന്നിട്ടാണെങ്കിലും നമ്മൾ ആ ഒരു സെക്ഷനിലേക്ക് പോകാത്തത്. നമുക്ക് ആ ഒരു ടീച്ചിങ് ഫീൽഡ് ഇത്ര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ വീടിന്റെ ഒത്തിരി ദൂരമൊന്നും ഇല്ല എനിക്ക് ഇവിടുന്ന്. ഒരു 1.5 കിലോമീറ്ററോളേ ഉള്ളു വീട്ടിലേക്ക്. അപ്പൊ ഇത്രയും അടുത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ട്, ഇവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങനെ വന്നാ. നിങ്ങൾ ജോലിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ വെച്ചാൽ നിങ്ങൾ അന്വേഷിക്കുക കേട്ടോ. ഇപ്പൊ നിങ്ങക്ക് എന്താ പറയാ, ഞാൻ എന്താ പറയാ, നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോ ഒത്തിരി കുട്ടികൾക്ക് ഹോസ്പിറ്റലിലും ഒക്കെ ജോലിക്ക് കയറുന്നുണ്ട്.
ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അത് ഗ്രൂപ്പിലേക്ക് ഡെയിലി ഇങ്ങനെ നമുക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഇന്ന സ്ഥലത്ത് ജോലിയായിട്ട് മിസ്സേ ഓക്കെ എന്നൊക്കെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കുറെയൊക്കെ നമുക്ക് നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരൊക്കെയോ ആയിട്ടൊക്കെ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കാം കേട്ടോ. ഓക്കെ. അല്ലാതെ ക്വാളിഫിക്കേഷൻ ഇപ്പൊ അവിടെ ഇങ്ങനെയുള്ള നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയുള്ള ഇതുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഇപ്പൊ എന്താണ് അവർ ചോദിക്കുന്നത്, നിങ്ങളൊന്ന് അന്വേഷിക്കും. ഇപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞ് വെച്ചിട്ട് എന്തായാലും നമ്മുടെ മുന്നിൽ ഒരു ജോലിയാണല്ലോ. ഹോസ്പിറ്റലിലാണെങ്കിൽ നിങ്ങൾ പരിചയമുള്ള ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് അന്വേഷിക്കുക കേട്ടോ. കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ നമുക്ക് എവിടെയാണ് ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് നമ്മൾ അന്വേഷിക്കണം. നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ അന്വേഷിക്കുമ്പോ അവര് പറയുമല്ലോ, ഇപ്പൊ ഞാൻ ഈ കോഴ്സാണ് പഠിച്ചത്, നമുക്ക് അവിടെ എങ്ങനെയാണ് ഈ ഒരു ഒഴിവിലേക്ക് നമുക്ക് കയറാൻ പറ്റുമോ, അല്ലെങ്കിൽ എങ്ങനെയാന്നൊക്കെ നിങ്ങളൊന്ന് അന്വേഷിക്കുക കേട്ടോ. ഇപ്പൊ ചോദിച്ചാൽ ടീച്ചിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണോ? അതാണോ അങ്ങനെ പെട്ടെന്ന് എടുത്ത് ചോദിച്ചേ? ആണോ? ആണോ രേഷ്മ? റംഷീനയാണ്. ഓക്കെ. ടീച്ചിങ് നല്ലൊരു ജോലിയാട്ടോ ചൂസ് ചെയ്യുന്നതിന്. ഓക്കെ. ഒത്തിരി ഇതുണ്ട് നമുക്ക് വേറെ ഏത് ജോലിയിലും കിട്ടാത്തൊരു ഇതാണ് അല്ലെ ടീച്ചിങ് എന്ന് പറഞ്ഞത്. 4 അക്ഷരം പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞത് എവിടെ ചെന്നാലും ഏത് ഇതിനകത്താണെങ്കിലും നമുക്ക് അംഗീകരിക്കാനും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു ജോബ് തന്നെയാണ് അല്ലെ. ഓക്കെ. അത് ചൂസ് ചെയ്യുന്നതിന് നല്ലൊരു കാര്യം, നല്ലൊരു മനസ്സ്, നല്ലൊരു കാര്യം. ഒന്ന് അന്വേഷിച്ച് നോക്കാം. നിങ്ങളിപ്പോ എക്സാം ഒക്കെ കഴിയുമ്പോ തന്നെ ഇപ്പൊ നിങ്ങളാണെങ്കിലും ഇതിനൊക്കെ വരുമല്ലോ, കോൺവെക്കേഷൻ ഒക്കെ വരുന്നുണ്ടല്ലോ നിങ്ങളുടെ. അപ്പൊ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ, അല്ലെങ്കിൽ അവർക്ക് എന്താണ് അവരെ ഇതിലേക്കാണ് കയറിയത്, നിങ്ങളൊന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ജോലി എവിടെ കയറാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ അവിടെ കയറുക. നമ്മൾ വെറുതെ ഇരിക്കരുത്. ഇത് കോഴ്സ് കഴിഞ്ഞിട്ട് ആരും എന്തായാലും വെറുതെ ഇരിക്കരുത്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒക്കെ പഠിച്ചതല്ലേ. ഓക്കെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. നെക്സ്റ്റ് അപ്പുറത്തന്നെ ഇപ്പൊ തന്നെ ഒരു ക്ലാസ് ഉണ്ട്. അതന്നെ ഞാൻ നെക്സ്റ്റ് ആദ്രമാമല്ലേ നിങ്ങൾക്ക് ജോയിൻ ചെയ്യൂ കേട്ടോ മിസ് വരെ. ഞാൻ ഇനി കൂടുതൽ ഡീറ്റെയിൽ എന്തെങ്കിലും അറിയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ പോരെ? അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം നമുക്ക്. ഓക്കെ. താങ്ക് യു. ആദ്രമാം ജോയിൻ ചെയ്യൂ കേട്ടോ.